ഇവിടെ ഒരു പന്നിക്കോലാന്റെ സർജറി നടന്നുകൊണ്ടിരിക്കേണ്ട, അതും നമ്മുടെ ബോട്ടിനകത്ത്. സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതിന്റെ ഗിൽസ്, ഫ്രഷ് ഗിൽസ് എടുത്തിട്ട് നേരെ കടലിലേക്ക് കളയണം. നമുക്കത് ആവശ്യമില്ല കേട്ടോ. ഈ മീൻ കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഛർദ്ദിക്കുകയും വയറുവേദന എടുത്ത് ബാത്റൂമിലേക്ക് കൂടെ മോക്കാനിക്കുക, അങ്ങനെ പല പല സംഭവങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വരോട്ടെ. 200 മുതൽ 1100 മീറ്റർ ആഴത്തിൽ വരെ നമ്മുടെ ഈ മീനെ കാണാൻ പറ്റോട്ടെ. രാത്രിയാകുമ്പോൾ ഇത് മുകളിലേക്ക് വരും, നമ്മുടെ ഈ ചെറിയ ചെറിയ സ്ക്വിഡിനെയൊക്കെ കഴിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഴക്കടലിൽ ജീവിക്കുന്ന ഒരു മത്സ്യവും നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാട്ടെ. വൈറ്റ് ട്യൂണ, സൂപ്പർ ട്യൂണ, വാലു, അങ്ങനെ പല പേരിൽ ഈ സാധനത്തിന് അറിയപ്പെടട്ടെ. 1977 മുതൽ ജപ്പാനിലും ഇറ്റലിയിലും നമ്മുടെ ഈ എസ്കോളർ ഫിഷിന്റെ വിൽപ്പന കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. കാരണം ഈ മീനിന്റെ ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള വാക്സ് എസ്റ്റേഴ്സ് കാരണമാണ്. ഇതൊരു തരം കൊഴുപ്പാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മീനിൽ തന്നെ കൊഴുപ്പിനേക്കാളും ഫാറ്റി ആസിഡും ഫാറ്റി ആൽക്കഹോളും ചേർന്നുണ്ടാവുന്ന ഒരു കൊഴുപ്പാണ്. അതുകൊണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഇത് ദഹിപ്പിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ മീൻ കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഛർദി, വയറുവേദന, വയറിളക്കമൊക്കെ വന്നിട്ടാണ്. നമ്മുടെ ഇവിടേക്ക് ഈ മീൻ കിട്ടൽ വളരെ കുറവാണ്. കിട്ടുകയാണെങ്കിൽ ഡീപ് സീ ബോട്ടിലൊക്കെ കിട്ടുള്ളൂ. അവർ കിട്ടിക്കഴിഞ്ഞാൽ നേരെ എടുത്ത് കടലിലേക്ക് കളയോട്ടെ. പുറം രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. പല റെസ്റ്റോറന്റുകളിലും സുഷി പോലത്തെ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഈ ഫിഷ് ഉപയോഗിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ സുഷിയൊക്കെ കഴിക്കുമ്പോൾ നോക്കിയേ കഴിക്കട്ടെ.